ഉമ്മയും അപ്പയും വന്നപ്പം ലഡുവും ജിലേബിയും കൊണ്ടുവന്നല്ലേ. എന്റെ അമ്മായിയമ്മ വീട്ടിലേക്ക് ഉമ്മയും അപ്പയൊക്കെ വരുമ്പം എന്തുമാത്രം സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെന്ന് ഭാവിക്ക് അറിയാവോ. ഞങ്ങൾക്കൊരു 5 ദിവസം തിന്നാൻ കാണും, അത്ര സാധനങ്ങൾ കൊണ്ടുവരും. ഭാബി വന്നാ എന്ത് വെച്ച് ഇത്ര നേരത്തെ എണീറ്റത്? ഇക്ക എണീറ്റാ? വിശക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ വാ. നമ്മളെവിടെ ആരും 9 മണിക്കൊന്നും അങ്ങനെ എണീക്കാറില്ല. നമ്മളൊരു 10 മണി 11 മണിയാകുമ്പം നമ്മൾ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് എല്ലാം റെഡിയാവും. 9 മണിക്കൊക്കെ എണീക്കുന്ന എൻ്റെ ഉമ്മ ഒരു പാവമായതുകൊണ്ട് ഇവിടെ നടക്കുന്നു. എൻ്റെ അമ്മായിയമ്മയൊക്കെ ഞങ്ങള് രാവിലെ 6:30 ആവുമ്പോ എണീക്കും. എൻ്റെ ഉമ്മ ഇവിടെ നിന്ന് എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. ഈ ചിക്കൻ കറി ഭാബി വെച്ചതാണോ? കുറച്ചുകൂടെ നന്നാക്കാനുണ്ട് കേട്ടാ. കുഴപ്പമില്ല, കുറച്ചുകൂടെ നന്നാക്കാനുണ്ട്. ഭാബി ഇന്ന് വെച്ച ഫുഡെല്ലാം സൂപ്പർ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ തീരെ മണ്ടൂത്തിയല്ല, കുറച്ച് കഴിവൊക്കെ ഉണ്ടല്ലേ. ഈ മെഹന്തി പരിപാടിയൊക്കെ ആർക്കെങ്കിലും പറ്റിയതാണ്? മെഹന്തിയിൽ പ്രോ ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ പരിപാടി കൊണ്ടൊക്കെ എവിടെ എത്താ അല്ലെങ്കിൽ തന്നെ. എവിടെ നോക്കിട്ട് ഭാവി ഫോട്ടോസ്? മെഹന്തിയിൽ പ്രോയാ. ഇതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന കഴിവുകളൊന്നുമല്ല. ഞാൻ ഫുൾ സപ്പോർട്ട്. ഓക്കെ, ഈ വീട്ടിൽ ഇക്കാക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ അടുത്താണ്. അപ്പൊ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞത് മാറാനൊന്നും പോണില്ല. എവിടെ പോയാലും ഇക്ക എന്നെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. അതിക്കാടെ ഒരു ശീലമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഇനി ചിലരിനി പൂട്ടി വെക്കും, ഇനി ചിലര് പൂട്ടി വെച്ചാല് ചിലപ്പോ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരാം. ബാബ എന്ത് വിഷമിച്ചിരിക്കുന്ന? ഇക്ക എന്തേലും പറഞ്ഞ? ഇക്ക കല്ലിൽ ഇത്തിരി കൊഴുപ്പം കൂടുതലാണ്. ബാബ എങ്ങോട്ടൊന്നും മിണ്ടാനൊന്നും പോണ്ട, ഞാനുണ്ട് ബാബിയുടെ വശം. ഓക്കെ, നിങ്ങൾ പുറത്തു വന്നാ എങ്കിൽ ഞാനും വരുന്നു, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ലാതെ ഇക്ക എവിടെയും പോകത്തൊന്നുമില്ല. എവിടെ നോക്കിട്ട് റിസൾട്ട് വന്നാ 85%. കൺഗ്രാജുലേഷൻസ്. ഡിഗ്രിക്ക് 85% ആയിരുന്നാ? 85% ഒക്കെ ഒരു മാർക്കാണ്. എൻ്റെ കൊള്ളാം, എൻ്റെ മാർക്ക് കാണണം. നമ്മളൊക്കെ ആ ഒരു സമയത്തെന്ന് പറയുന്ന ഭയങ്കര പഠിത്തമായിരുന്നു. ഭയങ്കര പഠിത്തം എന്ന് വെച്ചാൽ ക്ലാസ് ടോപ്പറിന്റെ താഴെയായിരുന്നു ഞാൻ. ബാബിന് ഉമ്മ എന്തേലും പറഞ്ഞാ? ഉമ്മ എങ്ങനെയാണ്, ഉമ്മ അങ്ങനെ മനസ്സിലൊന്നും വെക്കൂല, ഇങ്ങനെ പറയത്തേ ഉള്ളൂ. അത് മൈൻഡൊന്നും ചെയ്യണ്ട. എന്നെ എത്ര പറയുന്നു, ഞാൻ എന്തൊക്കെ സഹിക്കണം, അതിൻ്റെ ഉണ്ട്. മനസ്സിലൊന്നുമില്ല, പാവമാണ്. കുറച്ച് കഴിയുമ്പോൾ തന്നെ വന്ന് മിണ്ടിക്കോളും. ബാബിയാണോ മുറ്റം അടിച്ചത്? കുറച്ചുകൂടെ വൃത്തിയാവാനുണ്ട് കേട്ടാ. കുറച്ചുകൂടെ വൃത്തിക്ക് അടിക്കണേ ഇനി അടിക്കുമ്പോഴത്തേക്കും. കല്യാണം കഴിഞ്ഞപ്പോ ഇപ്പൊ ഡയറി മിൽക്കൊക്കെ ഭാര്യമാർക്ക് മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ പെങ്ങളുമാർക്കൊക്കെ ആയിരുന്നു. ചിലപ്പോ ചിലര് പറഞ്ഞാണ് ആർക്കും കൊടുക്കണ്ടെന്ന്. വേണ്ട, ബാബിക്ക് വാങ്ങിച്ചു തന്നില്ലേ, ബാബി എന്നെ കഴിച്ചോ. പണ്ടൊക്കെ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കായിരുന്നു ആദ്യം തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ചിലരൊക്കെ വന്ന് കയറി അടിച്ചമർത്തി വെച്ചേക്കല്ലേ. അപ്പൊ പ്രിഫറൻസ് ഒക്കെ മാറും. ബാബി ഇങ്ങനെ ഇരുന്നാല് നമുക്കൊന്നും കിട്ടത്തില്ല. ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ, എന്നാ കഴിക്ക്. അവിടെ ഒരു പീസ് കേക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കഴിച്ച്. ബാബിക്ക് വേണമെങ്കിൽ വേറെ പീസസ് ഉണ്ട്, അത് വേണേ ഇപ്പൊ എടുത്ത് കഴിച്ചോ. ഉമ്മാക്ക് അങ്ങനെ ആരടുത്തും മുഖം കറുപ്പിച്ച് പറയാനൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എനിക്ക് ആരടുത്ത് എന്ത് തോന്നുന്നോ ഞാൻ അത് അപ്പൊ തുറന്നു പറയും. ബാബി എന്ത് ഫ്രീ ആയിട്ട് ഉമ്മാടോട് സംസാരിക്കുന്ന. കൊള്ളാം. ഞാനൊക്കെ എൻ്റെ അമ്മായിയോടെ പേടിച്ചാണ് നിൽക്കുന്ന. ബാബിക്ക് വയ്യേ? പീരീഡ്സ് ആയാ? പീരീഡ്സ് ആയിട്ട് ഇങ്ങനെ ജോലി എടുക്കുന്ന എന്തിന്? പോയി റെസ്റ്റ് എടുക്കുപ്പോ. ഉമ്മാടോടെയുള്ള ഈ തർക്കുത്തരം ഇവിടെ നടക്കത്തുള്ളൂ. എൻ്റെ അമ്മായിയമ്മ വീട്ടിലെല്ലാം ആയിരിക്കണമായിരുന്നു. ഞാനൊരു വാക്കെങ്ങാനും പറഞ്ഞ എന്നെ ചൂലെടുത്തടിക്കും. എനിക്കറിയാം അമ്മായിയമ്മ വീട് സ്വന്തം വീടുപോലൊന്നും ആവൂലെന്ന്. പക്ഷേ ബാബിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെൻ്റെ അടുത്ത് പറയാം. എവിടെ പോയാലും ഇക്ക എന്നെ വിളിച്ചിട്ടേ പോകത്തുള്ളൂ. അതിക്കാടെ ഒരു ശീലമാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും അങ്ങനെ തന്നെ. അപ്പം കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് ചിലപ്പോ അവരവരുടെ ഭർത്താക്കന്മാരെ ചിലപ്പോ പൂട്ടി വെച്ചാ നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യം കാണത്തില്ല. ഇക്ക എന്തേലും പറഞ്ഞ വിട്ടൊന്നും കൊടുക്കണ്ട. ഇക്കക്ക് ഭയങ്കര കുഴപ്പമാണ്. ബാബി അപ്പോഴേ തിരിച്ചറിഞ്ഞു. നമ്മൾ എന്തിനു വിട്ടുകൊടുക്കണം? അതിന്റെ ആവശ്യമില്ല. ഞാൻ പുറത്തു പോകുന്നുണ്ട്, ബാബി വരുന്നുണ്ടാ? നമുക്ക് പോയി പുറത്തൊക്കെ പോയിട്ട് വരാം.